ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്വസ്റ്റൻ ആൻസർ രൂപത്തിലാണ്. മലയാളം നമ്മുടെ സോഷ്യോളജിക്കാരുടെ ജനറൽ എക്കണോമിക്സും സോഷ്യോളജിയും ഒക്കെ നോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് സെമ്മിൻ്റെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ് ഉണ്ട് കേട്ടോ. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ ബോക്സിൽ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ, പെയ്ഡ് നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഭാഷാ ഗദ്യ ശൈലി എന്നാണ്. ഇത് MP പോളിൻ്റെ സാഹിത്യ വിചാരം എന്ന പുസ്തകത്തിൽ നിന്നെടുത്തതാണ് ഈ ഭാഷാ ഗദ്യ ശൈലി എന്ന ലേഖനം. അപ്പം അതിൽ പറയുന്ന MP പോളിനെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അല്ലേ. അതായതാണ് നിരൂപകത്രയം എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് MP പോളാണ്, ഒന്ന് കൃഷ്ണകുട്ടി മാരാരാണ്, മറ്റൊന്നാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പം അതിൽ നിരൂപകത്രയങ്ങളിൽ ഒരാളാണ് MP പോൾ. മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകനാണ് MP പോൾ. കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചൊരു വ്യക്തി കൂടിയാണ് MP പോൾ. അതുപോലെ പ്രൗഢവും സരളവുമായ ഗദ്യശൈലിയുടെ ഉടമയാണ് അദ്ദേഹം. മലയാളത്തിലെ ആദ്യ ഗദ്യ നിരൂപകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യത്തെ ഗദ്യ നിരൂപകൻ, പദ്യമല്ല ഗദ്യ നിരൂപകൻ എന്ന് MP പോളിനെ വിശേഷിപ്പിക്കാറുണ്ട്. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു MP പോൾ. തെളിമയാർന്ന സ്വന്തം ഗദ്യശൈലിയിലൂടെ നല്ലൊരു ഗദ്യ മാതൃക അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല ഗദ്യരചനയ്ക്ക് ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന ഭാഷാ ഗദ്യശൈലി എന്ന ലേഖനത്തിൽ ഇതിൽ നിന്നെടുത്ത സാഹിത്യ വിചാരം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെടുത്ത ഭാഷാ ഗദ്യശൈലിയിൽ നല്ല ഗദ്യരചനയ്ക്ക് ഉപയോഗപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് നോവൽ സാഹിത്യം, ചെറുകഥാ പ്രസ്ഥാനം, ഗദ്യഗതി, സൗന്ദര്യ നിരീക്ഷണം, സാഹിത്യ വിചാരം, കാവ്യദർശനം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആരുടെ? MP പോളിൻ്റെ. അപ്പോൾ ഇത് ആണ് അദ്ദേഹത്തെക്കുറിച്ച് MP പോളിനെ കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അത്രയും കാര്യങ്ങൾ കേട്ടോ. ഇനി തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ എല്ലാ ഭാഷയിലും ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു പദമാണ് ഇംഗ്ലീഷിലെ സ്റ്റൈൽ എന്ന് പറയുന്നതാണ് പോൾ പറയുന്നത്. ഇതിന് മലയാളത്തിലെ രീതി എന്നാണ് അർത്ഥം കൊടുക്കുക എല്ലാവരും. അത് പക്ഷേ ശരിയാവില്ല എന്നാണ് MP പോളിൻ്റെ വാദം. കാരണം സ്റ്റൈൽ എന്ന് പറയുന്നത് കവി വ്യക്തിയുടെ പ്രകാശനമാണ്, രീതി ഒരു വിശിഷ്ട പദരചനയുമാണ്. അപ്പോൾ അത് ചേരില്ല, രീതി എന്നത് ചേരില്ല. അതുകൊണ്ട് ശൈലി എന്ന പദമാണ് കൂടുതൽ അതിന് ചേരുന്നത് എന്നാണ് പോളിൻ്റെ നിരീക്ഷണം. ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളിൻ്റെ ഭാഷാരൂപപരമായ ആത്മപ്രകാശനമാണ് ഒരു ശൈലി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. യഥാർത്ഥ ശൈലി കൈവരുന്നതിന് മലയാളം തെറ്റുകൂടാതെ എഴുതാൻ പഠിച്ചാൽ മാത്രം പോരാ എന്നാണ് പോൾ പറയുന്നത്. വ്യക്തിത്വം, ആത്മാർത്ഥത, ജീവത് ഭാഷാ സമ്പർക്കം ഇവയാണ് കലാസംബന്ധിയും അല്ലെങ്കിൽ അനർത്ഥവുമായ ഒരു ഗദ്യശൈലിക്ക് വേണ്ട ഗുണങ്ങളായിട്ട് നമ്മുടെ ലേഖകൻ എടുത്തു കാണിക്കുന്നത്. ഒരു ഗ്രന്ഥകാരൻ്റെ സ്ഥായിയായ ചിന്താഗതി, അനുഭവങ്ങൾ, സാഹിത്യ പരിചയം എന്നിവയാലാണ് ശൈലിക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത്. പറഞ്ഞല്ലോ, പ്രധാന ഗുണങ്ങളിലൊന്ന് വ്യക്തിത്വമാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിത്വം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ഗ്രന്ഥകാരൻ്റെ സ്ഥായിയായ സ്ഥിരമായ ചിന്താഗതി, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, സാഹിത്യ പരിചയം എന്നിവയിലാണ് എന്തുണ്ടാവുക? ശൈലിക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഈ രണ്ടാമതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആത്മാർത്ഥത അല്ലേ. വ്യക്തി വിശേഷണത്തോട് കൂടിയ രചനാരീതിയുള്ളവർ അധികമില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ വ്യക്തിത്വമുള്ള ആളുകൾ അധികമില്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഭാഷാ നൈപുണ്യയുടെ അഭാവമാണ്. ഭാഷാ നൈപുണ്യയുടെ അഭാവമല്ല, പിന്നെയോ സ്വന്തമായ ചിന്താശീലത്തിൻ്റെ വിരളത, അതില്ലായ്മ, അല്ലെങ്കിൽ അത് തന്നെയാണ് ശൈലി വിരളതയ്ക്ക് കാരണമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്? ആത്മാർത്ഥത അല്ലേ. നമുക്ക് ഗ്രന്ഥകാരൻ്റെ പ്രതിഭാവിലാസത്തെ വഞ്ചന കൂടാതെ പ്രകാശിപ്പിക്കാൻ ശക്തമായ ശൈലിയാണെന്ത്? ആത്മാർത്ഥ ശൈലി എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഗാംഭീര്യവും ഗൗരവവും ഒക്കെ പ്രതിപാദത്തിൽ കാട്ടുന്നത് ആത്മവഞ്ചനയാണെന്നാണ് പോളിൻ്റെ വാദം. ഈ ദോഷം ഏറ്റവും കൂടുതൽ കാണുന്നത് വിമർശനത്തിലാണെന്ന് പോൾ പറയുന്നുമുണ്ട്. തനിക്കില്ലാത്ത പാണ്ഡിത്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മറ്റൊരു ദോഷമാണ്. അതായത് ഈ ലേഖകന് ആരാണോ എഴുതുന്ന അയാൾക്കില്ലാത്ത ഒരു ഗുണം തനിക്കുണ്ടെന്ന് തോന്നിപ്പിക്കുക, അതും ഒരു വഞ്ചനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവത് ഭാഷാ സമ്പർക്കമാണ് ഇനി ഗദ്യശൈലിക്ക് വേണ്ട മറ്റൊരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു അല്ലേ. വാമൊഴിയാണ് വരമൊഴിയെ സജീവമാക്കുന്നത്. അതായത്
എഴുത്തിനെ സജീവമാക്കുന്ന എന്താണ്? സംസാരമാണ്, അല്ലെങ്കിൽ നമ്മൾ വായോണ്ടുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ഭാഷ മർമ്മം അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ? ഗദ്യം എഴുതാൻ. അതാണ് ജീവത് ഭാഷാ സമ്പർക്കം എന്നുള്ളത് ഉദ്ദേശം. ഈ ജീവത് ഭാഷാ സമ്പർക്കമാണ് ഭാഷയ്ക്ക് ഓജസ്സും ചുറുചുറുക്കും സ്വാരസ്യവും ഒക്കെ കൊടുക്കുന്നത്. ഈയിടെ ഗദ്യശൈലിക്ക് വന്ന ഒരു പരിവർത്തനം സംഭാഷണ ശൈലി അതേപടി പകർത്തുന്ന ഒരു രീതിയാണെന്നാണ്. അതായത് ആരുടെയെങ്കിലും സംഭാഷണം അതേപോലെ അങ്ങോട്ട് പകർത്തുന്നതാണ് ഗദ്യശൈലിക്ക് വന്ന ഒരു പരിവർത്തനം എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്, ലേഖകൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഗദ്യത്തിൽ രചന എന്നൊന്ന് ഇല്ലാതാവുകയാണ് പിന്നീട് ഉണ്ടായത്. സംഭാഷണം അതേപടി അങ്ങോട്ട് പകർത്തി വെച്ചാൽ അതെന്താണ്? ഗദ്യരചനയല്ല എന്നും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. ഡിക്വൻസി എന്ന എഴുത്തുകാരനാണ് ഗദ്യ കവിതയെ ഒരു സ്വതന്ത്ര സാഹിത്യ വിഭാഗമാക്കി മാറ്റിയത്. വൺ വേർഡ് ചോദിച്ചുകൂടായില്ല, കാരണം ഡിക്വൻസി. പൂ, തൂ, വെൺ, പൊൻ തുടങ്ങിയ ഉപസർഗങ്ങൾ കൊണ്ട് കൃത്രിമ മോടി വരുത്തി എന്ത് ചെയ്യുന്നു? പ്രാസാനുപ്രാസങ്ങൾ കാണിക്കുന്നതിലേറെ അത് കണക്കിലേറെ അതിലേക്ക് ചെലുത്തുന്നുണ്ട്. സൗന്ദര്യം നടിക്കുന്ന ചില ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന വിദ്യയാണോ ഗദ്യ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാണ് പോൾ പറയുന്നത്. അതായത് ഗദ്യത്തിൻ്റെ ഗൗരവമോ പദ്യത്തിൻ്റെ ഹൃദയഹാരിത്യമോ ഇതിനില്ല, ആ രചനയ്ക്കില്ല. കൃത്രിമത്വത്തിൻ്റെ ആകർഷണമാണ് അതിലുള്ളത് എന്ന് പറയുന്നത്. അതായത് വെറും കൃത്രിമത്വം മാത്രമേ നമുക്ക് ആ പകർപ്പിൽ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഭാഷണം അതേപടി പകർത്തുകയാണെങ്കിൽ അതിൽ നമുക്ക് ഫുള്ള് കാണാൻ കഴിയുക കൃത്രിമത്വം മാത്രമാണെന്നാണ് ലേഖകൻ്റെ വാദം. എന്താണ് ഉപസംസർഗം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിൽ അല്ലേ? എന്താണ് ഉപസംസർഗം? പദത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് എന്ത്? ഉപസംസർഗം. അതായത് പിന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അനു, പര, അപ മുതലൊക്കെ എന്താണ്? ഒരു രചനയിൽ കൂടെ കൂട്ടിച്ചേർക്കുന്ന അതൊക്കെ എന്താണ്? ഉപസംസർഗങ്ങളാണ്. അതുപോലെ അനുപ്രാസം എന്ന് പറയുണ്ടായി. എന്താ അനുപ്രാസം? വ്യഞ്ജനത്തെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന പ്രാസമാണ് അനുപ്രാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗദ്യ കവിതയുടെ വികാര സ്പർശനത്വത്തിന് ഉദാഹരണമായിട്ട് നെഹ്റുവിൻ്റെ ആത്മകഥനത്തിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിക്കുന്നുണ്ട് ലേഖകന്. അതായത് കൃത്രിമ മോടി പിടിപ്പിച്ച് ശ്രോതാക്കളെ വിസ്മയിപ്പിക്കാൻ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥനത്തിൽ ആശയത്തിൻ്റെ സാരസ്വത്വത്തിൽ നിന്നാണ് ഇതിന് കവിതാഗുണം ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ അനാഡംബരം നിറഞ്ഞ ശബ്ദഭംഗിയും ആലാപനാമൃതമായ സൂക്ഷ്മാകത്വവും വികാരദീപ്തിയും ഗദ്യകവിതയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം വിജയിച്ചു എന്ന് പറയാമെന്നാണ് പോളിൻ്റെ വാദം. അതുപോലെ ഗംഭീരത, പ്രയത്നം പോലുള്ള പ്രയോഗങ്ങളും അതുപോലെ ഭ്രമജാതമായ പദസമുച്ചയങ്ങളും ഗദ്യശൈലിയെ നശിപ്പിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഭഗീരഥ, പ്രയത്നം പോലെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞാൽ അതായത് കുറച്ച് കഠിനമായിട്ടുള്ള ചില പ്രയോഗങ്ങളും അതുപോലെ മൃദമായ സൂക്ഷ്മത്വം എന്ന് പറയുമ്പോൾ എന്താണ്? എന്നാൽ പറ്റ താഴ്ന്ന രീതിയിലുള്ള കാര്യങ്ങളുമാണെങ്കിൽ അതെന്താ ചെയ്യുക? അത് നമുക്ക് ഈ ഗദ്യകവിതയിൽ കാണാൻ സാധിച്ചാൽ അത് രണ്ടും ഒരേപോലെ എത്തിക്കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം വിജയിച്ചു. അതുപോലെ ഭഗീരഥ പ്രയത്നം പോലുള്ള സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായ രീതിയിൽ ആശയവിനിമയം നടത്തുകയാണ് നല്ല ഗദ്യശൈലിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന കാര്യത്തെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം എന്നാണ് നമ്മുടെ ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നല്ല ഗദ്യശൈലിയെക്കുറിച്ച് എന്താ പറയുക, വാചാലനാവുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, നല്ലതും ചീത്തതുമായ ധാരാളം ഉദാഹരണങ്ങളിലൂടെ ഉത്തമ മാതൃക എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. അതുകൊണ്ട് നല്ല ഗദ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് നമ്മുടെ ഈ ലേഖനം. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്, രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു യൂണിറ്റുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക്സ്.